ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ബൾക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാൻ എങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ബൾക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട്. അപ്പോൾ നമുക്ക് പതിയെ ഞാൻ വർക്കൗട്ടിൻ്റെ ഇടയിൽ ഓരോന്നായിട്ട് പറയാം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ബൾക്ക് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് മനസ്സിലാക്കണം. അതായത് നിങ്ങൾ ഭയങ്കര സ്കിന്നി ആണെങ്കിൽ ഓക്കെ, ബൾക്ക് ചെയ്യണതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്, നിങ്ങൾ ജിമ്മിൽ തുടങ്ങുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ഫാറ്റ് ആണെങ്കിൽ ബൾക്കിങ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ. നിങ്ങൾ ആദ്യം ആ ലെയർ ഓഫ് ഫാറ്റ് കുറച്ച് കട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് ഭയങ്കര ഡെഫിൽ പോകുന്നല്ല, ഒരു ക്ലോസ് ടു മെയിൻ്റനൻസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് എന്നൊരു 200 calories ഒക്കെ ആ ഒരു സർപ്ലസിൽ കഴിക്കുക. ഭയങ്കര വലിയ ബൾക്കിൽ പോയി കഴിഞ്ഞാൽ ഉള്ള ബോഡി ഫാറ്റ് തന്നെ നിങ്ങൾ വീണ്ടും എക്സസീവ് ആക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിന് പറ്റിയൊരു ഐഡിയ വേണം ആദ്യം. ഭയങ്കര സ്കിന്നി ആണോ അതോ ഞാൻ ഭയങ്കര ഫാറ്റ് ആണോ എന്ന് അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക ബൾക്കിങ്. മെയിൻ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനും കുറേ രീതിയിൽ മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ള കാര്യം, ബൾക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹ്യൂമങ്കസ് സർപ്ലസിൽ പോകും. എന്നിട്ട് അത്യാവശ്യം നല്ല ഫാറ്റ് ഡെപ്പോസിറ്റ് ആവും. കാരണം ഇപ്പം എൻ്റെ അപ്രോച്ച് എന്താ, ബൾക്കിംഗ് അങ്ങനെയല്ല. നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഓഫ് ടൈം, അതിൽ ഞാൻ ഭയങ്കര റെസ്ട്രിക്റ്റീവായിട്ടാണ് ബൾക്ക് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സസീവായി കട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ ബൾക്ക് ചെയ്യില്ല. സർപ്ലസിൽ പ്രോപ്പറായി ട്രെയിനിങ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു കാർഡിയോ എല്ലാ ദിവസവും ചെയ്തിട്ട്, അതായത് ഭയങ്കര എക്സസീവ് കാർഡിയോ അല്ല, ഒരു 4 to 5 times കാർഡിയോ ചെയ്ത് ഒരു 500 to 700 calorie സർപ്ലസിലേക്കാണ് ഞാൻ ബൾക്കിങ് എക്സ്ട്രീം ആകുമ്പോൾ പോവുള്ളൂ. കാരണം കുറേ അധികം കാലറീസ് കൺസ്യൂം ചെയ്തിട്ട് ബൾക്ക് ചെയ്യണില്ല യാതൊരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ കാര്യം എന്ന് പറയുന്നത് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ എമൗണ്ട് ഓഫ് കാലറീസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, എത്ര ട്രെയിൻ ചെയ്താലും നിങ്ങൾക്ക് ഒരു എക്സ്റ്റെൻഡ് വരെ നിങ്ങൾക്ക് റിക്കവർ ആകാൻ പറ്റും. കാരണം ഡെഫിസിറ്റിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, കാരണം കുറച്ച് കാലറീസേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാലറീസ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാണ്ട്. ട്രെയിനിങ് എത്ര ഇൻറ്റൻസ് ആക്കാൻ പറ്റും അത്ര ഇൻറ്റൻസ് ആക്കുക. കുറച്ച് എക്സസീവ് വോളിയം ആയാലും സം വാട്ട് യു വിൽ ബി ഏബിൾ ടു റിക്കവർ. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുക. ഈ എക്സ്ട്രാ കാലറീസ് ശരിക്ക് ഏൺ ചെയ്യുക. ഓരോ കാലറിയും കഴിക്കണത് അത്രയ്ക്ക് ഹാർഡായി പുഷ് ചെയ്യുക. അപ്പോൾ ട്രെയിനിങ് എപ്പോൾ നോക്കിയാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇൻറ്റൻസ് കുറച്ചുകൂടി എക്സ്ട്രീം ആക്കുക ബൾക്കിലൊക്കെ ആകുമ്പോൾ. ഫുഡ് ചോയ്സസ്, അതായത് കമ്പാരിറ്റീവ്ലി ഒരു 80% ടൈമും ക്ലീനായി ഈറ്റ് ചെയ്യാൻ നോക്കുക. ഒരു വീക്കിലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു 21 മീൽസ് ഉണ്ട്. കാരണം ഒരു ദിവസം ഒരു ആവറേജ് 3 മീൽ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു വീക്കിലി എത്ര 21 മീൽസ് ഉണ്ടാവും. അതിലൊരു 17 to 19 മീൽസ് ക്ലീനായി ഈറ്റ് ചെയ്യാൻ നോക്കുക ബൾക്കിൽ. ബാക്കിയുള്ളത് കുറച്ച് ഓഫ് ട്രാക്ക് ആയാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ, അതായത് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആകുമ്പോൾ എല്ലാത്തിനും മിക്സ്ചർ എല്ലാ മീലിലും ഉണ്ടാവണം. കാരണം ഓവറോൾ കാലറീസോടെ മാറ്റർ ചെയ്യണം. പ്രോട്ടീൻ കമ്പാരിറ്റീവ്ലി അത്ര ഒരു ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആവില്ല കമ്പയർഡ് ടു ഒരു ഡെഫിസിറ്റ്. അപ്പോൾ ഫുഡ് ചോയ്സസ് ഭയങ്കര മാറ്റർ ചെയ്യും. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിനായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സ്വീറ്റ് പൊട്ടാറ്റോസ്, നോർമൽ പൊട്ടാറ്റോസ്, അതുപോലെ തന്നെ ഹോൾ വീറ്റ് ബ്രെഡ്, ചപ്പാത്തി, റൈസ്, പിന്നെ കുറച്ച് ഔട്ട് ഓഫ് ലീഗ് ആണെങ്കിൽ പാസ്ത, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, ഈസിയർ ടു കൺസ്യൂം ചെയ്യും. കാരണം ചോറൊക്കെ കമ്പാരിറ്റീവ്ലി ചിക്കൻ കറിയൊക്കെ മിക്സ് ചെയ്തതിനെ കുറച്ച് നമുക്ക് ക്വാണ്ടിറ്റിയിൽ കഴിക്കാം. നമ്പർ ഓഫ് മീൽസ് പിന്നെ സ്പേസ് ഔട്ട് ചെയ്യുക. അപ്പോൾ വിശക്കണ രീതിയിൽ ഇപ്പോൾ 2 hours അല്ലെങ്കിൽ 3 hours അപ്പാർട്ടായിട്ട് കുറേ ആൾക്കാർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഷെയ്ക്സ് ആക്കുക. അതൊക്കെ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള മീലിനെ അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻഹാൻസ്ഡ് ബോഡി ബിൽഡേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവർക്ക് കുറച്ച് ഫുഡ് അധികമേ കൺസ്യൂം ചെയ്താലും ബോഡി ഈസിലി അതിനെ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ എന്നെ പോലെ ഇപ്പം നമ്മളെ പോലെ നാച്ചുറൽ അത്ലറ്റ്സ് ബൾക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ അവരെന്ന് വെച്ചാൽ കുറേ കൂടെ ഡേർട്ടി ബൾക്കിങ് ചെയ്യും. അല്ല, മറ്റവരും ചെയ്യും, പക്ഷേ നമുക്കങ്ങനെ ഇത്ര ഒരു ഹ്യൂമങ്കസ് ചിലപ്പോൾ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഡേർട്ടി ബൾക്കിങ് എന്നെ പൊറുത്തവരയ്ക്കും
ഒരു നല്ലൊരു ഓപ്ഷൻ അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവറെ ബൾക്ക് ചെയ്തിട്ട് ആ ഫാറ്റ് കളയാൻ പിന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. എപ്പോഴെങ്കിലും ക്ലീൻ ബൾക്കിങ് ചെയ്യുക, അതാണ് ഞാൻ പ്രിഫർ ചെയ്യുക നിങ്ങളോട്. പിന്നെ കാർഡിയോ ഇൻക്ലൂഡ് ചെയ്യണം ചെയ്യണം ചെയ്യണം. ഏതെങ്കിലും ഒരു ഫോം ഓഫ് കാർഡിയോ അറ്റ്ലീസ്റ്റ് ഒരു 20 minutes സെഷൻ ഒരു 3 to 4 times a week ചെയ്തോളൂ. അത് നമുക്ക് കാർഡിയോവാസ്കുലർ ഹെൽത്തിനാണ്, ജസ്റ്റ് ബോഡി ബിൽഡിംഗ് പെർസ്പെക്റ്റീവ് നിന്ന് മാത്രമല്ല ഹാർട്ട് ഹെൽത്തിനും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കാർഡിയോ ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഡേർട്ടി ബൾക്കിംഗ് ഈസ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാലറീസ് ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു വീക്ക്ലി ബേസിസിൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ ബെറ്റർ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 2 weeks കൂടുമ്പോൾ ഇൻക്രീസ് ആക്കിയാലും മതി, ഒരു 150 അല്ലെങ്കിൽ 200 കാലറീസൊക്കെ. കാരണം അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി എങ്ങനെ ചേഞ്ച് ആവണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വീക്ക്ലി ബേസിസിൽ പിക്സ് എടുക്കുക, അതായത് നിങ്ങളുടെ ഇപ്പോൾ അല്ലെങ്കിൽ മെഷർ ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെ കാലറി കൂട്ടുമ്പോൾ ഫാറ്റ് ചെറുതായി കയറുണ്ടോ, അതിനനുസരിച്ചിട്ട് കാലറീസ് സ്ലോലി ഇൻക്രീസ് ചെയ്യുക. കാരണം പെട്ടെന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ 500 calories 600 calories ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ചിലപ്പോൾ ഫാറ്റായി പോകും. ബോഡിക്ക് ടൈം കൊടുക്കുക, കാലറീസ് മെല്ലെ ഇൻക്രീസ് ചെയ്തിട്ട് അത് അപ്പോൾ ഒരു റെസ്പോൺസീവ് സ്റ്റേറ്റിലേക്ക് വിടുക ബോഡീനെ. ഓക്കെ കാലറീസ് ഇനി ഇൻക്രീസ് ആവുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ബോഡി അഡാപ്റ്റ് ആവും റാദർ ദാൻ ജസ്റ്റ് ഗോയിങ് ഫുൾ ഓൺ. അപ്പോൾ അതാണ് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്. ലാസ്റ്റ് പോയിന്റേക്ക് പറയാനുള്ളത്, ഡോണ്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ മീഡിയ. കാരണം നിങ്ങൾ ബൾക്ക് ചെയ്യുമ്പോഴാവട്ടെ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോഴാവട്ടെ സോഷ്യൽ മീഡിയയിൽ റീൽസ് കാണുമ്പോൾ മനസ്സിലാവും, ബൾക്ക് ചെയ്യുമ്പോൾ എല്ലാവരും അസ്തെറ്റിക് ഷേപ്പിലാണോ, കട്ട് ചെയ്താൽ മതിയാവും. കട്ട് ചെയ്യുമ്പോൾ റീൽസ് എല്ലാവരും ബൾക്ക് ചെയ്യാണല്ലോ, കുറച്ച് സൈസ് ആയാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ നോക്കിയെങ്കിൽ നിങ്ങൾ എവിടെ എത്തില്ല. അപ്പോൾ ബൾക്ക് ചെയ്യുമ്പോൾ നിങ്ങളെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ജേണിയിൽ കുറച്ച് ടൈം പീരീഡ് നിങ്ങൾ ഓഫ് ഷേപ്പിലാവും. അപ്പം ഞാൻ ബൾക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓഫ് ഷേപ്പിലായിരുന്നു, പക്ഷേ അത് നിങ്ങൾ ഇമ്പ്രൂവ് ആവാനാണ്. അതെപ്പോൾ എന്തെങ്കിലും മനസ്സിലാച്ചാൽ മതി. ബൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മിററിൽ അല്ലെങ്കിൽ ഫോട്ടോസിൽ നോക്കുമ്പോൾ അത്ര ഇമ്പ്രസീവ് ആവില്ല, പക്ഷെ നിങ്ങൾക്ക് എഹെഡ് നിങ്ങൾക്ക് ഗ്ലോറി ഉണ്ട്. അപ്പം അതിന് വേണ്ടി പേഷ്യൻ്റ് ആയിട്ട് പ്രോപ്പറായി ബൾക്ക് ചെയ്യുക. ഒരു അത്യാവശ്യം നല്ല ടൈം പീരീഡിന് ഒരു 6 to 8 months ഒക്കെയാണ് ഞാൻ ചെയ്യാറ്. അതാണ് പറയുന്നത്, ഞാൻ എപ്പോൾ നോക്കിയാലും ഒരു മിനിമൽ എമൗണ്ട് ഓഫ് സർപ്ലസിലാണ്. ഒന്നില്ലെങ്കിൽ ഒരു 600-700. അതിന് മേലെ പോവുകയാണെങ്കിൽ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ ഡോണ്ട് ഗെറ്റ് ഫാറ്റ് ബൈ ഇൻകോപ്പറേറ്റിംഗ് കാർഡിയോ. അപ്പോൾ ഇതെപ്പോൾ നോക്കിയാലും മനസ്സിൽ വയ്ക്കുക. ഇതാണ് എനിക്ക് ബൾക്കിനെ പറ്റി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.